മസാല ദോശ കഴിക്കാം, നെയ്റോസ്റ്റ് കഴിക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ? ഫുഡും കഴിച്ച് ചെറിയൊരു ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും രാത്രിയാണ് പുറത്തിറങ്ങാറ്, കാരണം ഇപ്പോൾ ഇവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പകൽ രാത്രിയാക്കും, രാത്രി പകലാക്കും, അങ്ങനെയാണ് ഗൈസ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലോട്ട് പോവാണ്. ഈ കാണുന്ന കഫേ ഞങ്ങളുടെ വേറൊരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾ നോൺ വെജ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് വരാറ്. ഈ ഫ്ലാറ്റിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവിടെ മുകളിൽ നിന്ന് ഞാൻ ബുർജ് ഖലീഫ കാണാം ഗൈസ്. ഞാൻ ലാസ്റ്റ് നിമിഷമാണത് മനസ്സിലാക്കിയത്. അങ്ങ് ദൂരെ ബുർജ് ഖലീഫ നമുക്ക് കാണാം. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ കട, വെജ് മീ. കണ്ണാടി നമ്മുടെ വീക്ക്നെസ് ആണല്ലോ അല്ലേ, എവിടെ കണ്ടാലും ഒന്ന് നിന്നു. അങ്ങനെ ഞങ്ങൾ കൈ കഴുകി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു, ഓർഡറൊക്കെ കൊടുത്തു. ഭയങ്കര തിരക്ക് കേട്ടോ, ഭയങ്കര തിരക്ക്. ഞങ്ങൾ ഫസ്റ്റ് വന്ന ടൈമിലൊന്നും ഇത്രയും തിരക്കില്ലായിരുന്നു. ഞങ്ങളിത് ഷോപ്പ് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഇവിടെ. അന്നൊന്നും ഇത്ര തിരക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, ഭയങ്കര റഷാണ്. ഓർഡർ ചെയ്തു, അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് മസാല ദോശയാണ് കിട്ടിയത്. കോഫി കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നെയ്റോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കോഫിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ആര്യാസിലൊരു ടേസ്റ്റാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്, കോഫിയിലായാലും നെയ്റോസ്റ്റിലേക്കാണെങ്കിലും. അപ്പോൾ എനിക്ക് ഭയങ്കര നൊക്ലാജ് അടിക്കാറുണ്ട്. നൊക്ലാജ് പൊടിയായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അരമണിക്കൂർ 3/4 അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പോസ്റ്റ് അടിച്ചിരുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ ശ്രദ്ധിച്ചത്, പൂരി ഇവിടെ ഭയങ്കര മൂവിങ് ആണ്. മിക്കവരും പൂരിയാണ് ഓർഡർ ചെയ്യുന്നത്. എന്നാൽ പിന്നെ അതും കൂടെ ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതും ഒരു പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂരി വിചാരിച്ചത്ര ഒരു ഗുമ്മില്ലായിരുന്നു ഗൈസ്. ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് 2-3 ഷോപ്പിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. കണ്ണാടി എന്തായാലും എടുക്കണം കേട്ടോ വീഡിയോ. എന്തിനു വേണ്ടിട്ടത്? കുരുമുളക് പൊടി കിട്ടും. മറ്റേ സാധനമല്ലേ എടുക്കും, മറ്റേ വെളിച്ചെണ്ണ. ഇത് വേറൊരു ഭ്രാന്താണ് കേട്ടോ. ഏത് ഷോപ്പിൽ കയറിയാലും ഈ ഒരു സെക്ഷനിലേക്ക് വരാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അതൊരു ആചാരമാണ്. നല്ല ഭംഗിയുള്ള ബുക്സ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ മിക്ക ഷോപ്പിലും. എനിക്ക് ബുക്കറിന് വേണമായിരുന്നു, അങ്ങനെ ഇതൊരെണ്ണം എടുത്ത്. പിന്നെ ചെടിയൊക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും, അതിൻ്റെ ഭംഗി ഇങ്ങനെ നോക്കിയിട്ട് അതേപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കടയുണ്ട്, അവിടെയും കൂടെ കയറാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കണ്ണ് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ സാധനങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ടേക്ക് പോയി പോകും. ഈ കുഞ്ഞു ഹോം ഡെക്കർ ഐറ്റംസ് ഇല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ ഹോം ഡെക്കേഴ്സ് വാങ്ങിക്കാൻ വരുമ്പോൾ നമുക്കിതൊന്നും കാണാറില്ല കേട്ടോ. അല്ലാതെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ വരും. എഗെയിൻ ഹോട്ട് വീൽസ് ഗൈസ്. ഒത്തിരുന്ന് തപ്പുവാണ് ഗൈസ്. കഷ്ടപ്പാട് നോക്കണേ. ഏതാ എനിക്കറിയില്ല ഗൈസ്. ആ സാധനം നിന്ന് തപ്പുന്നത്. രണ്ടാമത്തെ കടയാണ്. സൈബർ ട്രക്കോ അങ്ങനെ എന്തോ പറയും. ഇതാണ് ഇപ്പൊ റോഡിൽ കൂടെ പോകണ ഞാൻ കണ്ടത്. ഇവിടെ ഒന്നും നീ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടാവും, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഒന്നുമില്ല. ഇതാണെങ്കിൽ വേണം, ഇത് ചെറുതാണെങ്കിൽ വേണം. എന്താ എടുക്കും മറ്റേ ഇത് ചെറുതാ, ചെറുതാ ഇത് കഴിക്കാം. ഈ സാധനടാ അങ്ങട്ടെ ഞാൻ എന്തൊക്കെ എടുക്കാം ദൈവമേ. ജോറാക്കി ചളമാക്കും. ഇവനെ വാങ്ങിച്ചിട്ടോ അവനില്ലേ, അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. എല്ലാം എടുക്കട്ടെ, മതി, വാ പോവാ. ഇവനെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നു ഗൈസ്. ഗൈസ് ഞങ്ങൾ ഇത് നോക്കിയാണ് വന്നത്. ചെറുതാണ്, എനിക്ക് ചെറുത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി നേരെ റൂമിലേക്ക് പോവാണ്. ഇപ്പം ടൈം ഏകദേശം ഒരു 11-11:30 ആയിട്ടുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.